ബഹ്റൈനിൽ കേരളീയ സമാജത്തിന്റെ നേതൃത്വത്തിൽ വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു. നാടിന്റെ തനിമയുള്ള ഓണക്കാഴ്ചകളും മനോഹരമായ ദൃശ്യങ്ങളും പ്രവാസികൾക്ക് പുത്തൻ അനുഭവമായി. വയനാട് ദുരന്തവേളയിൽ ആനയ്ക്ക് മുന്നിൽ പെട്ടുപോയ അമ്മയുടെയും കുട്ടിയുടെയും ദൈന്യതയുടെ ഉള്ളുലക്കുന്ന ദൃശ്യാവിഷ്കാരം. കരളലിയിക്കുന്ന കാഴ്ചകളെ ഓർമ്മപ്പെടുത്തുകയും അതിജീവിതരെ ചേർത്തുപിടിക്കാൻ പ്രേരണ നൽകുകയും ചെയ്യുന്ന ഫ്ലോട്ടുകൾ, നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ആയോധന കലകളും വാദ്യമേളങ്ങളും സമകാലീന കേരളത്തിന്റെ ആവിഷ്കാരങ്ങളുമടക്കം ഘോഷയാത്രയിലെ കാഴ്ചകളെല്ലാം ശ്രദ്ധ പിടിച്ചുപറ്റി. വൻ ജനാവലിയാണ് ഘോഷയാത്ര വീക്ഷിക്കാനായി സമാജം ഹാളിൽ എത്തിച്ചേർന്നത്. പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഘോഷയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളീയ സമാജത്തിന്റെ ഉപവകുപ്പുകളോടൊപ്പം വിവിധ കൂട്ടായ്മകളും സംഘടനകളും അവതരിപ്പിച്ച ഫ്ലോട്ടുകളും കലാരൂപങ്ങളും ഘോഷയാത്രക്ക് ഉത്സവ ഛായ പകർന്നു. ശ്രാവണം എന്ന പേരിൽ ഒരു മാസക്കാലമായി സമാജം സംഘടിപ്പിക്കുന്ന വിപുലമായ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഘോഷയാത്രാ മത്സരം ഒരുക്കിയത്. കേരളീയ സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സാഹിത്യ വിഭാഗം, മലയാളം മിഷൻ, എന്റർടൈൻമെന്റ് വിഭാഗം, മെമ്പർഷിപ്പ്, ഫിലിം ക്ലബ്ബ്, ടീം ബാഡ്മിന്റൺ, ലൈബ്രറി എന്നീ ഉപവകുപ്പുകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, കൽക്കട്ടയിലെ യുവ ഡോക്ടറുടെ കൊലപാതകം, സ്ത്രീ ശാക്തീകരണം, മതമൈത്രി തുടങ്ങിയ വിവിധ ആശയാവിഷ്കാരങ്ങൾ ശ്രദ്ധ കവർന്നു. അനുഷ്ഠാന കലകൾ, വാദ്യമേളങ്ങൾ, ഡിസ്പ്ലേകൾ എന്നിവ പങ്കെടുത്ത ഓരോ ടീമുകളുടെയും അവതരണത്തെ ആകർഷകമാക്കി. ശ്രേഷ്ഠ ബഹ്റൈൻ, അവർ ക്ലിക്സ്, വോയിസ് ഓഫ് ആലപ്പി, വോയിസ് ഓഫ് ട്രിവാൻഡ്രം എന്നീ സംഘടനകളും കൂട്ടായ്മകളും ഘോഷയാത്രയിൽ അണിനിരന്നു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.